സുഹൃത്തുക്കളെ, പാവങ്ങളുടെ ദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബോച്ചെ എന്ന് പറയുന്ന സ്വർണ്ണ കച്ചവടക്കാരനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. മറഡോണയാണ് കുറേ കാലം കൊണ്ടു നടന്നത്. മറഡോണയെ കൂട്ടുപിടിച്ചിട്ടാണ് ഇമേജ് ഉണ്ടാക്കിയത്. പാവം മറഡോണ മരിച്ചുപോയി ഇവൻ്റെ കൂടെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ. മറഡോണയായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കി മറഡോണയെ പർച്ചേസ് ചെയ്തു. മറഡോണയും കൂട്ടിയിട്ട് പിന്നീട് പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ പറഞ്ഞിട്ട് AKGയെ കുറിച്ച് പറയുന്ന പോലെ പാവങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് നാട്ടിലാകെ ഫ്ലെക്സ് വെച്ച് ഇവൻ തന്നെ ഇവൻ്റെ ഫ്ലെക്സ് ഇവൻ്റെ പൈസയ്ക്ക് വെപ്പിച്ച് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തെണ്ടി കടന്നു. അങ്ങനെയാണ് കേരളത്തിൽ ഇമേജ് ഉണ്ടാക്കുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം ഒരു പത്രത്തിൽ? ഇതല്ലാതെ തന്നെ പരസ്യം കിട്ടുക. പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളുടെ സാധ്യത നന്നായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഒന്നാം തരം കോഴിയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ കോഴി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബോച്ചയാണ്. ഇപ്പോൾ ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടൊന്നും അവൻ പൈസ പിരിക്കാനോ അതിന് വേണ്ടിയിട്ടൊന്നും അവൻ നിൽക്കില്ല. അവന് പെട്ടെന്ന് തരളിതരാവുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, ഏറ്റവും കൂടുതൽ സ്വർണം മേടിക്കുന്ന കമ്മ്യൂണിറ്റിയെ, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾക്കകത്ത് സജീവമായിട്ട് ഇടപെടും. അതൊരു മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ക്ഷമിക്കുക, എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവൻ ഈ പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുന്നതിൽ വളരെ വിദഗ്ധനാണ്. ഇവൻ്റെ ഒരു സ്റ്റാഫിനെ, ഇവൻ്റെ ജ്വല്ലറി സ്റ്റാഫിനെ, ഒരു ചെറിയ പെൺകുട്ടിയെ, പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തിട്ട് അത് കേസാവുമെന്ന് കണ്ടപ്പോൾ ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് പൈസ കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഒതുക്കുന്ന സ്ഥിതി ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞത് സഖാവ് നക്സൽ അജിതേച്ചിയാണ്. അജിതേച്ചി അത് എന്നോട് പറയുന്നത് 2013 തുടക്കത്തിലാണ്. 2013 അജിതേച്ചി ഞങ്ങൾ ഖത്തറിൽ കൊണ്ടുവന്നിരുന്നു. ഞങ്ങളുടെ കരുണ ഖത്തർ എന്ന് പറഞ്ഞ സംഘടന, കരുണ എന്ന് പറഞ്ഞാൽ വിജയമാഷിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ആ കരുണ ഖത്തറിൽ ഉഞ്ചിയത്ത് സഖാക്കളൊക്കെ ഉണ്ടായിരുന്നു. കരുണ ഖത്തറിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ആ വേദിയിൽ ഞാനും അജിതേച്ചി സംസാരിച്ചിരുന്നു. അതിനുശേഷം അജിതേച്ചി അവിടെ എത്തിയപ്പോൾ അജിതേച്ചിയെ കാന്തപുരം AP വിഭാഗത്തിൻ്റെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ഒരു പരിപാടി, അത് വലിയ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു ഒരു ഉച്ചയ്ക്ക്. അതിൽ അജിതേച്ചി മുഖ്യാതിഥി, ഞാൻ മുഖ്യ പ്രഭാഷകനുമായിരുന്നു. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇന്ത്യയിലെ ഇന്ത്യൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, വിവിധ മതസംഘടനാ നേതാക്കന്മാർ, AP വിഭാഗത്തിൻ്റെ ഉസ്താദുമാരൊക്കെ പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ അന്ന് വൈകിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലും ഞാനും അജിതേച്ചിയും സംസാരിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അജിതേച്ചി അതിൽ മുഖ്യാതിഥി ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ഞാനായിരുന്നു മുഖ്യ പ്രഭാഷകൻ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് 2 ദിവസം പരിപൂർണമായി കൂടെ ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ഈ കരുണ ഖത്തറിൻ്റെ പരിപാടിയുടെ അന്ന് ഉച്ചയ്ക്ക് ഒരു മനോജ് നീലകണ്ഠൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം. അപ്പോൾ വലിയൊരു ഗെറ്റ് ടുഗദറായിരുന്നു. എല്ലാവരും അതിൻ്റെ പ്രവർത്തകരും ഒക്കെ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള സമയത്ത് അങ്ങനെയുള്ള നിരന്തരമായി ഞങ്ങൾ ഒരുമിച്ച് പല പരിപാടിക്കും പോകുമ്പം അവർ സംഘാടകർ വിടുന്ന ഒരേ വണ്ടിയിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അപ്പോൾ യാത്ര ചെയ്തപ്പോഴാണ് എന്നോട് ഈ ബോച്ചെ ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ഗർഭിണിയാക്കിയതും അതിനെ അബോർഷന് വിധേയമാക്കിയതും ആ പെൺകുട്ടി പക്ഷേ പേടിച്ചിട്ട് ആ കേസിൽ നിന്ന് പിൻവാങ്ങിയതും അതുകൊണ്ട് അജിതേച്ചിക്ക് അന്വേഷിയുടെ നേതൃത്വത്തിൽ അതിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതിനെക്കുറിച്ചും ഒക്കെ ഈ ബോച്ചയുടെ യഥാർത്ഥ ചിത്രം 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേപോലെ ഒരു ജനുവരി മാസത്തിൽ എൻ്റെ മുമ്പിൽ വരച്ചു ചേർത്തത്. ഇയാളുടെ ഒരു പരിപാടി എന്താ, ഈ പഴയ അമ്പച്ചിമാരിടുന്ന മാതിരി ചട്ടയും മുണ്ട് കൊടുത്ത് നടക്കും. അയാളെ യൂണിഫോമാണ്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ വേണ്ടി ചട്ടയും മുണ്ട് ഇട്ട് നടക്കുന്ന കേരളത്തിലെ ഏക പുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം നപുംസകത്തിൻ്റെ സ്വഭാവമാണ്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെടിവെക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല. പ്രായമായവർ മാത്രം, പ്രായപൂർത്തിയായവർ മാത്രം കേൾക്കുക, കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത് കേൾക്കാതിരിക്കുക എന്നുള്ളത് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ച്, സഹോദരിമാരുടെ മുമ്പിൽ വെച്ച്, സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച്, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കേൾക്കാതിരിക്കുക. നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കൂടെ ഇരുന്ന് കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഇയാൾ ഒരു പെൺകുട്ടിയെ ബൈക്കിൻ്റെ പുറകിലിരുത്തിയിട്ട് ഞങ്ങൾ ദുബായി പോവുകയാണ്, തിരിച്ചു വരുമ്പോൾ ഒരു ട്രോഫിയും കൂടി കൊണ്ടുവരുന്നു. ട്രോഫി എന്ന് പറയുന്ന അർത്ഥം എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ഒരു കൊച്ചും കൂടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവൻ്റെ മോളേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ പുറകിലെടുത്തിട്ട് ഇമ്മാതി അശ്ലീല വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അത്തരം തമാശകൾ പറയാറുണ്ട്. നമ്മളാരും ഇത് പറയാറില്ല എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥ പ്രയോഗങ്ങളുടെ തമാശകളൊക്കെ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ, നമ്മളുടെ അത്രയും അടുത്തുള്ള ബന്ധമുള്ളവരുടെ ഇടയിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയുന്നതിൽ അത് കുഴപ്പമുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല.
VKN അത്തരം പ്രയോഗങ്ങൾ കഥയ്ക്കകത്ത് നടത്താറുണ്ട്. എന്നാൽ അത് പമ്മൻ്റെ കഥ പോലെയുള്ള കഥയല്ല. ചില സിനിമകൾക്കകത്ത് ചില സീനുകൾ നന്നായി അങ്ങനത്തെ സീനുകൾ വല്ലാതെ വരാറുണ്ട്. എന്നാൽ ചില സിനിമകൾക്കകത്ത് ഇപ്പോൾ ബിരിയാണി സിനിമ കനി കുസൃതിയുടെ തനി വൃത്തികെട്ട രീതിയിലാണ് അവതരിപ്പിച്ചത്. അതങ്ങനെ അല്ലാതെ അവതരിപ്പിക്കാം. ഈവൻ ഈ പിന്നെ മറ്റേ ലവ് ജിഹാദിനെ കുറിച്ചിട്ടുള്ള സിനിമ ഉണ്ടായിരുന്നല്ലോ, ദ കേരള സ്റ്റോറി. അതിനകത്ത് റേപ്പ് സീനൊക്കെ കാണിക്കുന്നത് എത്രയോ മനോഹരമായിട്ടാണ്. അവിടെ ഇരുന്ന് ഈ ഫക്കിങ് കാണിക്കുന്നില്ല, നഗ്നത കാണിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം അവിടെ റേപ്പ് നടന്നു എന്നുള്ളത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിയണം. അല്ലാതെ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന പിന്നെ റേപ്പ് ചെയ്യുന്ന സീനാണെന്നുണ്ടെങ്കിൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സീനും കൂടി രഹസ്യ അവയവങ്ങളുടെ പിന്നെ ഭാഗവും കൂടി കാണിക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഇതിനെ ബാക്കിയുള്ളത് കാണിക്കുന്നത് ഈ പിന്നെ അര തൊട്ട് മേപ്പോട്ടുള്ള നഗ്നത പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധ ബുദ്ധി എന്താ? അത് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുമോ? ചുരുളി സിനിമയ്ക്കകത്തെ സംഭാഷണങ്ങൾ കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുമോ? വേണ്ട. എന്തിനേറെ പുലിമുരുകൻ സിനിമയ്ക്ക് ഞാൻ കാണാൻ പോയപ്പോൾ മോഹൻലാലിൻ്റെ ഹിറ്റ് സിനിമയായിരുന്നു. ഞാനും എൻ്റെ 2 അനിയത്തിമാരും പിന്നെ അനിയത്തിയുടെ മക്കളും പിന്നെ എൻ്റെ ഭാര്യ, അന്ന് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, 2012-13 മറ്റോ ആണെന്ന് തോന്നുന്നു. ഏത് വർഷമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ ആ സിനിമയ്ക്ക് പോയത്. ആ സിനിമയ്ക്ക് നിലമ്പൂർ ഫെയറിലാൻഡിലാണ് പോയപ്പോൾ എനിക്ക് ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. ആ സിനിമയ്ക്ക് പോയപ്പോൾ എനിക്ക് ആകെ പെട്ടുപോയി. ലാലു ഒരു പെണ്ണുമായി പിന്നെ സെക്സിൽ ഏർപ്പെടുമ്പോൾ കട്ടിൽ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. അതിൻ്റെ മോൾക്കന്ന് ചെറുക്കനന്ന് 1 വയസ്സേ ഉള്ളൂ, മോൾക്ക് 4 വയസ്സുണ്ട് പെങ്ങളെ. അവൾ എൻ്റെ അടുത്തായിരിക്കുക, എൻ്റെ ഭാര്യയുടെ നടുക്കായിരിക്കുക. അച്ചാച്ചൻ തന്നെ വിളിക്കുക, എന്താ അച്ചാച്ച അവർ പറഞ്ഞ എന്താ, എങ്ങനെ കട്ടിൽ പൊട്ടിപ്പോയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെന്താ മറുപടി പറയുക? പെങ്ങന്മാരും അടുത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാനും ഭാര്യയും കൂടിയുള്ള കാണുന്ന സിനിമയ്ക്കകത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കാമുകിയുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് കാണുന്ന സിനിമയ്ക്കകത്താണെങ്കിൽ, സഹപ്രവർത്തകരുടെ കൂടെ ഇരുന്ന് കാണുന്ന സിനിമയ്ക്കകത്താണെങ്കിൽ, ഏറെക്കുറെ നമ്മുടെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരുടെ കൂടെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അല്ലാത്തടത്ത് കുടുംബപരമായി കുടുംബസമേതം പോയിരുന്ന് ഇത്തരം സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഒരു തരം ആകെ കൂടി ഈ മരത്തിൽ ചവിട്ടിയ അവസ്ഥയിലാണ് നിൽക്കുക. അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ അത്രയും സാംസ്കാരിക ബോധവും ഉയർന്ന ബോധവും വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എൻ്റെ മനസ്സ് വളരാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ നക്കാപ്പിച്ച ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇയാളിന്ന് പൈസ മേടിച്ചിട്ട് ഇയാളെ പോച്ചയെന്ന് പറഞ്ഞ് പൊക്കി, ഇയാളുടെ ഇടയ്ക്ക് കാല് പൊക്കിയിട്ടുള്ള അഭ്യാസം, കൈ പൊക്കിയിട്ടുള്ള അഭ്യാസം, ഇയാളുടെ കാറിൻ്റെ പിന്നെ വീഡിയോ, ഇയാളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നത്. ഞാനൊരു പട്ടിയുടെ അടുത്ത് നിന്ന് ഒരു 5 പൈസ മേടിച്ചിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടില്ലാന്ന്. എന്നെ സഹായിച്ച പലരും ഉണ്ട്. ഫിനാൻഷ്യലി എന്നെ സഹായിച്ചിട്ടുള്ള, ഹോസ്പിറ്റൽ കേസ് വന്നപ്പം മറ്റേ കണ്ണൂരെ കേസ് വന്നപ്പോഴൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള പലരും ഉണ്ട്. സഹായ വാഗ്ദാനങ്ങൾ നൽകിയവരുണ്ട്, ഒക്കെ ഉണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാതെ നമ്മൾ ഒരുത്തൻ്റെ അടുത്തും കൈ നീട്ടാൻ പോയിട്ടില്ല, ഒരുത്തൻ്റെ അടുത്തും സോപ്പിടാൻ പോയിട്ടില്ല, ഒരുത്തനെ പ്ലീസ് ചെയ്ത് നിന്നിട്ടൊരു വാർത്ത ചെയ്തിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് PR വർക്ക് നടത്തിയിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് വേറൊരാളടുത്ത് പൈസ മേടിച്ചിട്ട് മറ്റൊരാൾക്കെതിരെ ഇല്ലാ കഥ പറഞ്ഞിട്ടുള്ള സ്റ്റോറി ചെയ്തിട്ടില്ല. ഞാൻ എന്നെ വിമൽകുമാർ എന്ന് ആണ് വിളിക്കാറെന്ന് പറഞ്ഞ പോലെ തന്നെ ഇയാളെ പോച്ചയെന്നാണ് വിളിക്കുക. ഒരഴകിയ രാവണൻ. ഇയാളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ആണെന്ന് പരസ്യത്തിൻ്റെ ഏറ്റവും വലിയ മേഖല എന്നറിയാം. അതിനാണ് കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്. കച്ചവടത്തിൽ വിജയിയാണ്. ഇപ്പം ബോച്ചെ ചായ തുടങ്ങിയിട്ടുണ്ട്. അതൊരു തട്ടിപ്പ് പരിപാടിയാണ് ബോച്ചെ ചായ. ആ തട്ടിപ്പിനിരയായ 100 കണക്കിന് ആളുകൾ പല ചാനലുകളിലായിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും മറുനാടനിലെ ഷാജൻ ചേട്ടൻ അതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് കൂടിയിട്ടുണ്ട്. ഷാജൻ ചേട്ടനായിട്ട് ലൈവ് സംവാദത്തിന് ഇയാൾ തയ്യാറായത് അവസാനം മുങ്ങി. ഷാജൻ ചേട്ടനായിട്ടുള്ള സംവാദത്തിനൊന്നുള്ള പിന്നെ മരുന്ന് ഈ പൊങ്ങൻ്റെ കയ്യിലില്ല. ഇവൻ വെറും പൊങ്ങ, ഇവൻ ചതിയനാണ്. ഇവന് ചതിക്കാനും വഞ്ചിക്കാനും അറിയുള്ളൂ. നേർക്ക് നേരെ ഒരാളോട് ഏറ്റുമുട്ടാനുള്ള ഒരു കെൽപ്പുമില്ല. വലിയ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ, ചെറിയ മനസ്സാ, ധൈര്യവുമില്ല. പിന്നെ ഇവൻ ഈ ഹലാൽ വിഭാഗത്തിലും ബാക്കിയുള്ളതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഹനാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീൻകാരി, ഹനാനോ കിനാൻ എന്തോ പറഞ്ഞിട്ടൊരു പെങ്കൊച്ച്, അവള് മീൻ വിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വന്നിട്ട് പിന്നെ അവളങ്ങ് എക്സ്പോസ് ചെയ്ത് ഭയങ്കര മോഡറാ. അതുകൊണ്ട് അവൾ പറയുകയാണ്, എനിക്ക് ബോച്ചയുടെ കൂടെ ഒരു ദിവസം ഒന്ന് ബോച്ചയെ കാണണം, ഒരു ദിവസം ഒന്ന് ബോച്ചയുടെ കൂടെ കഴിയണം, ബോച്ചയുടെ കൂടെ സമയം ചെലവഴിക്കണം. എന്തിന്? ആന കരിമ്പിക്കാട്ട് കയറിയ അവസ്ഥയെത്തും. വല്ല ബ്ലീഡിങ്ങും വന്ന് ചത്തുപോകും. രണ്ടുപേരെ സൈസ് വെച്ച് നോക്കുമ്പോൾ. പച്ചയ്ക്ക് പറയുക ഞാൻ, പച്ചയ്ക്ക് അത് പറയണ്ടേ. എന്താ ബോച്ചയുടെ ആരാധന വന്നാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ബോച്ചയിൽ കണ്ടത്? ഹനാൻ പറയണം ഇന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ മനുഷ്യത്വം, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ബോച്ചെ ചായയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പ്, അതാണ് എന്നെ ആകർഷിച്ചത്. അയാളുടെ ജീവനക്കാരിയെ പിന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിന് നന്നായി അതിന് കോമ്പൻസേഷൻ കൊടുത്തു. അതെന്നെ നന്നായിട്ട്
ഉത്തേജിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. കാരണം അങ്ങനെ ഗർഭിണിയാക്കിയാൽ നല്ല എമൗണ്ട് പിന്നെ പാരിതോഷികം നൽകി സെറ്റിൽ ചെയ്യുന്ന ആളാണ്, അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് എന്നുള്ളത്, അങ്ങനെ നല്ല കോമ്പൻസേഷൻ കൊടുക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി എന്ന് പറയണം പച്ചയ്ക്ക്. രണ്ടു വർത്താനം പറയല്ലേ. വേറെ ഉണ്ടല്ലോ ഒരു ചക്കയമ്മച്ചി, എന്താണ് അഞ്ജിത എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയല്ല. കാരണം ഇതിങ്ങനെ വരികയാണെന്നേ. അപ്പോൾ പിന്നെ സ്നൂസ് ഫോർ 1 month എന്നൊക്കെ കാണിക്കും. ഞാനെന്ന് വെച്ചാൽ ബ്ലോക്ക് ഫോർ എവർ എന്നുള്ള ഓപ്ഷൻ എടുക്കും. ഇപ്പം ഇത്തരം സാധനങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ക്രോൾ ചെയ്താൽ വരില്ല. മറ്റേത് ഇങ്ങനെ കുറേ എണ്ണം വരുമായിരുന്നു. ഈ ചപ്പ് ചവറ് സാധനങ്ങളാണെന്ന് കാണുന്ന ബോധ്യപ്പെടുന്നത് എല്ലാം ഇപ്പം ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഫേസ്ബുക്കിൽ. യൂട്യൂബിൽ പിന്നെ ഇത്തരം ശല്യങ്ങൾ വല്ലാതെ വരാറില്ല, അപൂർവമായിട്ടേ വരുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും ഒരെണ്ണത്തിൽ അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ഫോർ എവർ, ഐ നെവർ വാണ്ട് ടു സീൻ ഇറ്റ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, പിന്നെ അത് വരികയില്ല. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തവർക്കും അത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളുടെ കൺമുമ്പിൽ ഇത് പെടില്ല. കൺമുമ്പിൽ പെടുമ്പോഴാണല്ലോ തുറന്നു നോക്കുക. ഒരു ചക്ക ചേച്ചിയാണിത്, ഈ ഒരു ജാക്ക് ഫ്രൂട്ട് ചേച്ചിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ അഞ്ജിത എന്നൊക്കെ പറഞ്ഞ സാധനം. അത് കാരവണ്ണകത്ത് ഇയാളെ കൂടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ നടത്തുക. ഇവള് ജീവിതത്തിൽ വേറെ ആരും ഇന്റർവ്യൂ നടത്തുന്ന കണ്ടിട്ടില്ല. ഇന്റർവ്യൂ ഇവിടെ അവളുടെ വീഡിയോയ്ക്ക് അത്ര കണ്ടന്റും ഇല്ല. സത്യത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ചക്ക ഇപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റാം എന്നുള്ളത് മാത്രം. അതിൻ്റെ പ്രദർശനവും അതിൻ്റെ പിന്നെ എങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കാം, എങ്ങനെയൊക്കെ അത് പിന്നെ അതിൻ്റെ ഏതൊക്കെ ആംഗിളിൽ അവതരിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റണം കേരളത്തിലെ ഔദ്യോഗിക ഫലം എന്ന രീതിയിൽ ചക്കയെ പ്രൊമോട്ട് ചെയ്യാൻ ബ്രാൻഡ് അംബാസഡറായിട്ട്. അങ്ങനെയുണ്ടല്ലോ ഓരോ സാധനങ്ങൾക്ക് ബ്രാൻഡ് അംബാസഡർമാരെ നിശ്ചയിക്കുന്നത്. അഞ്ജിത തന്നെയാണെന്ന് എൻ്റെ പേര്, എന്തോ നായരോ മേനോനോ എന്തോ ആണ്. പിന്നെ അതിൽ കുറേ സാധനങ്ങളുണ്ട് ഇയാളുടെ പൈസ കണ്ടിട്ട് ഇയാളുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് ഇല്ല ഇവർക്കൊന്നും. വേറൊന്ന്, ഇയാള് ഇപ്പോൾ ഹണി റോസിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഹണി റോസ് വരുമ്പോൾ വായി നോക്കാൻ പോകുന്നതിനെന്താ ഇവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഹണി റോസിനെ വിളിക്കുന്നത് എന്തുകൊണ്ട്? ഹണി റോസ് ഇമാതിരി കച്ചവടത്തിനൊന്നും പോകണില്ലല്ലോ. ഹണി റോസിൻ്റെ ബോഡി എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്നാൽ നഗ്നത കാണിക്കുന്നില്ല. ഹണി റോസ് ഡ്രസ്സ് ഇടുന്നുണ്ട്, ആ ഡ്രസ്സ് ഇറുകിയ ഡ്രസ്സാണ്, അവരുടെ ബോഡി സ്ട്രക്ചർ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. അതിന് സൗകര്യമുള്ള പോയാൽ മതിയെന്നേ. ഞാൻ എൻ്റെ നാട്ടിൽ മഞ്ചേരിയിൽ മമ്മൂട്ടിയും പിന്നെ അന്ന് ഉർവശിയാണോ ശോഭനയാണോ കൂടി ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കാണാൻ പോയിട്ടില്ല. മഞ്ചേരി അങ്ങാടി മുഴുവൻ ബ്ലോക്കായി. ഞാൻ കോളേജിൽ പഠിക്കുക, ഞാൻ പോയിട്ടില്ല. ഞാൻ ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പലരെയും, കോളേജിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് പലരെയും കാണാൻ പോയിട്ടുണ്ട്. അല്ലാതെ എവിടെയെങ്കിലും കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നിടത്ത് തിരക്കൂട്ടിയിട്ട് അവരെ കണ്ടിട്ട് എന്ത് ഇവരെന്ത്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ പിന്നെ ബർത്ത്ഡേയുടെ അന്ന് അവരുടെ വീടിൻ്റെ മുമ്പിൽ ആൾക്കാർ, ഫാൻസ് അസോസിയേഷൻകാർ ആയിരക്കണക്കിന് പേര് കൂടി നിൽക്കുക. ഒരു മുട്ടായി പോലും ഈ പൊട്ടന്മാർക്ക് അവരിട്ട് കൊടുക്കൂല. എന്നിട്ട് എപ്പോഴെങ്കിലും അവർക്ക് തോന്നുന്ന സമയത്ത് ഈ ശല്യങ്ങൾ പോട്ടെ എന്ന് എഴുതിയിട്ടൊന്ന് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അന്ന് അകത്തേക്ക് കയറിയിരിക്കും. ഒരു ഗ്ലാസ് ചായ കുടിക്കാനൊന്നും പറയില്ല, ഒന്ന് കൈ വീശി കാണിക്കും. അപ്പോൾ ഇവർക്ക് സന്തോഷമായി, ആത്മനിർവൃതിയായി, സ്വർഗം കിട്ടിയ സന്തോഷമായി. സ്വന്തം തന്തയുടെയും തള്ളയുടെയും ബർത്ത്ഡേ ഓർത്തിരിക്കാത്ത ഈ നാറികളാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പിന്നെ ദിലീപിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ ബർത്ത്ഡേ ഓർത്തിരുന്നിട്ട് അവിടെ പോകുന്നത്. സണ്ണി ലിയോൺ വന്നപ്പോൾ കൊച്ചി നഗരത്തിൽ ബ്ലോക്കായി. ഇവന്മാരുടെ അമ്മൂമ്മയല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്താ പോലെ. അവരെ സിനിമകൾ പോയി കാണ്, അവരെ നേരിട്ട് കാണുന്നതിനകത്ത് എന്താ ഇത്ര വലിയ ഇതുള്ളൂ. ഞാൻ അങ്ങനെ കാണാൻ പോയിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ EMSനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് കോളേജിൽ PDCക്ക് പഠിക്കുന്ന സമയത്ത്. എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കും. ഞാൻ EMSനെ കാണുന്ന പോലെ ആയിരിക്കാം അവർ ഹണി റോസിനെ കാണുന്നതും സണ്ണി ലിയോണിനെ കാണുന്നതും മോഹൻലാലിനെ കാണുന്നതും മമ്മൂട്ടിയെ കാണുന്നതും ഒക്കെ അവരുടെ ഉയർന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ കുന്തി ദേവി എന്നാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് അയാൾ പിന്നെ പറഞ്ഞത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ആ കുട്ടിയുടെ പിൻഭാഗത്തിൻ്റെ എടുത്തു നിൽക്കുന്ന സ്ട്രക്ചറിനെ പിന്നെ ദ്വയാർത്ഥമായി സൂചിപ്പിച്ചതാണ് ഈ കുന്തി ദേവി പ്രയോഗം. അപ്പം സൽമാൻ ഖാനെയും പിന്നെ ഉണ്ണി മുകുന്ദൻ്റെയൊക്കെ ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. അവരെ പ്ലേ ബോയ്സ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നല്ല ബോഡിയാണല്ലോ സൽമാൻ ഖാൻ്റെത്. ഈ പ്രായത്തിലും 50-55 വയസ്സായി. ഉണ്ണി മുകുന്ദൻ പിന്നെ ചെറുപ്പക്കാരനാണ്. അപ്പം അവരെ കണ്ടിട്ട് അവർ പിന്നെ പ്ലേ ബോയ്സ് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഈ കുട്ടിക്ക് അങ്ങനെ സ്ട്രക്ചറുണ്ട്, ശരീര സൗന്ദര്യമുണ്ട്. അത് കരുതിയിട്ട് ശരീരം വിറ്റിട്ടല്ലോ ജീവിക്കണേ.
അവിടെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്, ആ സ്ട്രക്ചർ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ വേറെ പണിയില്ലാത്ത വായി നോക്കിയാളതിന് വരും. അതിന് അവൾ നല്ല പൈസയും മേടിക്കുന്നുണ്ട് സംഘാടകരുടെ അടുത്ത് നിന്ന്. അതിൻ്റെ ഇടയിൽ കൂടി ഇവൻ്റെ ഈ വൃത്തികെട്ട മറ്റിടത്തെ കമൻറ്റുകൾ പറയുന്നത്. അവൻ്റെ മോളെക്കാളും പ്രായം കുറഞ്ഞാണെന്നെങ്കിലും ചിന്തിക്കേണ്ട ഈ പരമനാറി. വേറൊന്ന്, ഇവനൊരു ഹോട്ടലിൽ ആ സീൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു, അതിൻ്റെ സ്യൂട്ട് റൂമാണെന്ന് തോന്നുന്നു. ഇവ കട്ടിലിൽ കിടക്കുക, അപ്പോൾ ഒരു വേറെ പെണ്ണ് അവനറിയാതെ ഷൂട്ട് ചെയ്തതാ. യു ആർ എ ചീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിലെ സംസാരം രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, യെസ് ഐ ആം എ വുമനൈസർ. അയാൾ തുറന്നു പറയാ, യെസ് ഐ ആം എ വുമനൈസർ. ഞാനൊരു പെണ്ണുപിടിയനാണ്, ഞാനൊരു പെൺകോന്തനാണ്, ഞാനൊരു കാമഭ്രാന്തനാണ്, എനിക്ക് പെണ്ണ് ടൂള് മാത്രമാണ് എന്ന്. അങ്ങനെയുള്ള അയാളുടെ കൂടെ സമയം ചെലവഴിക്കണമെന്നും അയാളെ കാണണമെന്നാണ് ഹനാൻ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള അയാളുടെ എല്ലാ സൗകര്യങ്ങളുമുള്ള, കടന്നുറങ്ങാൻ വരെ സൗകര്യമുള്ള കാരവനിലാണ് ഈ ചക്ക ആൻറ്റി, ജാക്ക് ഫ്രൂട്ട് ആൻറ്റി അയാളെ ഇൻ്റർവ്യൂ നടത്താൻ പോയത്. വേറെ ആരും അങ്ങനെ കാരവനകത്ത് ഇൻ്റർവ്യൂ നടത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു നടി കുറിച്ച് ഇയാൾ പറഞ്ഞിട്ടുള്ളത് വെടിയാണ് എന്നാ ഇയാൾ പറഞ്ഞത്. അവർ വെടിയാണ്. സ്വന്തം അമ്മ ആർക്കെങ്കിലും കള്ളുപിടിക്ക് നിന്നു കൊടുത്തിട്ടുണ്ടാവുന്ന സന്തതികളാണ് ഇത്തരം പിതൃശൂന്യമായ വാക്കുകൾ സാധാരണഗതിയിൽ പറയാറുള്ളത് എന്നുണ്ടെങ്കിലും തൽക്കാലം അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ മാതാവിനെ അതിലേക്ക് വലിച്ചടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പരാമർശം പറയുന്നില്ല ഇവിടെ. ഇയാൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ജില്ലകൾ തോറും. ഫാൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാവാനുള്ള യോഗ്യത അവരുടെ ഭാര്യമാർ സുന്ദരിമാരായിരിക്കണം. ഫാൻസ് അസോസിയേഷൻ മുഖേന നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫണ്ട് ഇവരുടെ കയ്യിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഭാര്യമാരെ ആദ്യം ഇയാൾക്ക് കാഴ്ചവെക്കണം. തമ്പ്രാന് മുമ്പിൽ കാഴ്ചക്കൊല കൊണ്ടേ സമർപ്പിക്കുന്ന പോലെ കാഴ്ചവെക്കണം. നാണില്ല ഇവന്മാർക്കൊക്കെ ഇതിൻ്റെ ഇയാളുടെ ഫാൻസ് അസോസിയേഷനാന്ന് പറഞ്ഞ് നടക്കാൻ. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കന്നു കൂട്ടാൻ കൊണ്ടുപോകുന്ന പൂത്തിനെ അല്ലെങ്കിൽ കാളയെ അതിനെ വരി ഉടക്കുക എന്ന് പറയും. അതിൻ്റെ ലൈംഗിക ശേഷി ഇല്ലാതാക്കുക. ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ ഇത് പ്രകോപിതനാവും, അതിനെ നിയന്ത്രണത്തിൽ കിട്ടില്ല. ഈ ലൈംഗിക ശേഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു വെറുതെ അടിമയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ നില ഉഴുതുകൊണ്ടിരിക്കും. പണ്ട് ഈ കലപ്പയൊക്കെ വെച്ചിട്ട് നില ഉഴുതുന്ന കാലത്ത്, ഇപ്പോഴല്ലേ ട്രാക്ടർ വന്നത്, വരി ഉടക്കുക എന്നാണ് പറയുക. അതേപോലെ ചിലർക്ക് ഇത്ര അസുഖങ്ങൾ കൂടുതലുള്ളവർക്ക്, ഈ നരമ്പ് രോഗം കൂടുതലുള്ളവർക്ക് കടുക്കാവെള്ളം കൊടുക്കണം എന്ന് പറയും. അതൊന്നും അല്ലെങ്കിൽ പണ്ട് ആ ഒരു പെൺകുട്ടി ഒരു സാമ്യോട് ചെയ്ത പോലെ എടുത്ത് ഈ ഒരു ഇറച്ചി കഷ്ണം കൊണ്ടാണല്ലോ ശല്യമല്ലേ, ആ കഷ്ണം അത് മുറിച്ചാൽ കളയാന്നേ. അത് മുറിച്ച് കളഞ്ഞാലും മൂത്രമൊഴിക്കാനൊക്കെ പറ്റും, മറ്റേന് പറ്റില്ലാന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ഭാഷ കുറച്ച് മോശമായെന്ന് എനിക്കറിയാം. ഞാൻ വീണ്ടും പറയുന്നു, തുടക്കത്തിൽ തന്നെ പ്രായമുള്ളവർ മാത്രമേ കാണാവൂ. സഹോദരങ്ങളുടെ കൂടെയോ മക്കളുടെ കൂടെയോ മാതാപിതാക്കളുടെ കൂടെയോ കാണരുതെന്ന് പറയാൻ മറന്നുപോയതിൽ ക്ഷമ ചോദിക്കുന്നു. അത് മനഃപൂർവ്വമായിരുന്നില്ല, തുടക്കത്തിൽ ഇൻ്റർവ്യൂവിലെ പറയേണ്ടതായിരുന്നു. എന്തായിരുന്നാലും ഇയാളെക്കുറിച്ച് 4 വർത്താനം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇയാളൊക്കെ ഒരു സാമൂഹ്യ ശല്യമാണ്. ഇയാളുടെ കടയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കാതിരിക്കുക എന്നതാണ് ഇയാൾക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ. ഇയാൾ ഇതെല്ലാം പരസ്യമായിട്ട് എടുത്ത് ആസ്വദിക്കുകയാണ്, മനോവൈകൃതത്തിന് അടിമയാണ്. ഇയാളെപ്പോലെയുള്ളവരാണ് ഈ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മരം വെട്ടുന്ന മെഷീൻ അവിടെ ഇരുന്ന് വല്ലാതെ കരയുന്നുണ്ട്. അത് ഇയാളുടെ കാര്യം ആലോചിച്ചിട്ടാണോ കരച്ചിലെന്ന് സംശയമുണ്ട്. കാരണം അമ്മാതിരി കരച്ചിലാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.